ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിൽ അശ്വതി മഹോത്സവം നടന്നു. ഇതോടനുബന്ധിച്ച് ഭക്തർക്ക് വൈകാരിക അനുഭവം പകർന്ന് ഭഗവതിയുടെ കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രയയപ്പ് നടന്നു. ക്ഷേത്രത്തിലെ കാർത്തിക ദർശനം തിങ്കളാഴ്ച നടക്കും. ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിൽ അശ്വതി മഹോത്സവം വിപുലമായ ചടങ്ങുകളോടെ നടത്തി. ഭഗവതിയുടെ കൊടുങ്ങല്ലൂരിലേക്കുള്ള യാത്രയയപ്പാണ് അശ്വതി മഹോത്സവത്തിന്റെ പ്രധാന പ്രത്യേകത. വിവിധ കരകളിലെ പറക്കെഴുന്നള്ളത്ത് നടത്തി പോളവിളക്കുകളെ സ്വീകരിച്ച ശേഷം ക്ഷേത്രത്തിന്റെ പരിസരങ്ങളിലും കാഴ്ചക്കണ്ടത്തിലുമായി കുട്ടികൾ ഒരുക്കിയിട്ടുള്ള കെട്ടുകാഴ്ചകളുടെ മുന്നിലെത്തി അനുഗ്രഹം ചൊരിഞ്ഞാണ് ഭഗവതി കൊടുങ്ങല്ലൂരിലേക്ക് യാത്രയായത്. കൈവെള്ളയിൽ കൊള്ളുന്ന കുഞ്ഞൻ തേര് മുതൽ 20 അടി വരുന്ന കുതിരകൾ വരെ അശ്വതി കെട്ടുകാഴ്ചയ്ക്കായി ക്ഷേത്ര തിരുമുറ്റത്തും കാഴ്ചക്കണ്ടത്തിലും അണിനിരത്തിയിരുന്നു. വൈകിട്ട് 4 മണിയോടെയാണ് കെട്ടുകാഴ്ച വരവ് തുടങ്ങിയത്. 8 മണിവരെയോളം കെട്ടുകാഴ്ച വരവ് തുടർന്നു. വലിപ്പമനുസരിച്ച് തരംതിരിച്ച് കെട്ടുകാഴ്ചകൾക്ക് പ്രത്യേക സ്ഥാനം നിർണയിച്ചിരുന്നു. സമീപകരകളിലെ പറയെടുപ്പ്, ഇറക്കിപ്പൂജ, അൻപൊലി എന്നിവയ്ക്ക് ശേഷമാണ് ക്ഷേത്രത്തിൽ ദീപാരാധനയും അത്താഴപൂജയും നടന്നത്. തുടർന്ന് തെക്കേ പോളവിളക്കിനും വടക്കേ പോളവിളക്കിനും മുന്നിലേക്ക് ദേവി ജീവതയിൽ എഴുന്നള്ളി. ആ പിണ്ടിതുള്ളലും തിരുപ്പന്ത ഓട്ടവും ദർശിച്ച് ദേവി കെട്ടുകാഴ്ചകളുടെ മുന്നിലേക്കും എത്തി. പുലർച്ചെ ദേവിയുടെ കൊടുങ്ങല്ലൂർ യാത്ര നടന്നു. അത്യന്തം വികാരനിർഭരമായ ചടങ്ങാണിത്. ദേവി തൻ്റെ മാതൃസ്ഥാനത്തുള്ള കൊടുങ്ങല്ലൂരിലെ ദേവിയുടെ അടുത്തേക്ക് പോകുന്നു എന്നതാണ് ഇതിൻ്റെ സങ്കല്പം. ഈ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞായറാഴ്ച ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൽ നട തുറക്കില്ല. കൊടുങ്ങല്ലൂരിൽ നിന്നും തിരികെ എത്തുന്ന ദേവി കാർത്തിക നാളിൽ തിരുവാഭരണങ്ങൾ അണിഞ്ഞ് ഭക്തർക്ക് ദർശനം നൽകും. തിങ്കളാഴ്ചയാണ് കാർത്തിക ദർശനം നടക്കുന്നത്. ഇതിനോടനുബന്ധിച്ച് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന അത്യപൂർവമായ തിരുവാഭരണങ്ങൾ ആചാരപ്രകാരം ചെട്ടികുളങ്ങരയിലേക്ക് എത്തിച്ചു. ഇവ ചാർത്തിയാണ് കാർത്തിക ദിവസം ദേവീ ദർശനം നടക്കുന്നത്. CDNet ന്യൂസ്, കായംകുളം.